الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون ബഹുമാന്യരായ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തുസൂക്ഷിക്കണമെന്ന് സ്വന്തത്തോട് തന്നെയും നിങ്ങളിൽ ഓരോരുത്തരോടും പ്രത്യേകമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. വലിയ ഞെട്ടലുണ്ടാക്കുന്ന സംഭവങ്ങൾ വ്യക്തിയിലും കുടുംബത്തിലും സമൂഹത്തിലും ഉണ്ടാകുമ്പോൾ സാധാരണ ഉയർന്നു കേൾക്കുന്ന ചില സംശയങ്ങളും വാചകങ്ങളും ഉണ്ട്. ഇന്നലെ ഉണ്ടായ വിമാന ദുരന്തവും അങ്ങനെ ഈ സമൂഹത്തെ പല ചോദ്യങ്ങളും ചോദിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. സാധാരണ മനുഷ്യർ പറയാറുണ്ട്, ഈ ദുരന്തങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതിന് വിധേയമായ ആളുകളുടെ കുടുംബങ്ങളെ അല്ലെങ്കിൽ ബന്ധുക്കളെ, സുഹൃത്തുക്കളെ എന്തു പറഞ്ഞാണ് സമാധാനിപ്പിക്കുക? പലപ്പോഴും പറയാറുണ്ട്, ആശ്വസിപ്പിക്കുവാൻ വാക്കുകൾ കിട്ടുന്നില്ല എന്ന്. ചിലരൊക്കെ പത്രക്കുറിപ്പിലും മറ്റുമൊക്കെ പറയും, മരവിച്ചുപോയി, ഒന്നും അതിനെക്കുറിച്ച് പറയാൻ സാധിക്കുന്നില്ല എന്നൊക്കെ. നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതിനപ്പുറത്തേക്ക് വലിയ ഞെട്ടലുണ്ടാക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യൻ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന ചില വാക്കുകളാണ്. എന്നാൽ ഇന്നിന്റെ ഒരു കാലത്ത് ഇതിന് മറ്റൊരു ഭാഗം കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. വിറങ്ങലിച്ച് നിൽക്കുകയാണ് മനുഷ്യർ. എങ്കിലും ഇത്തരം മനസ്സുകളെ കൂടുതൽ വലിഞ്ഞു മുറുക്കുന്ന വാർത്തകളുടെയും ചിത്രങ്ങളുടെയും പ്രത്യേക ഫീച്ചറുകളുടെയും ഒരു ഒഴുക്ക് തന്നെ ഈ ഒരു സമയത്ത് പത്രമാധ്യമങ്ങളിലും മീഡിയകളിലും നമുക്ക് ഉണ്ടാകും. രണ്ടും കൂടെ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യർ ഒരു നിസ്സഹായാവസ്ഥയിലേക്കും തങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട ഒരവസ്ഥയിലേക്കും എത്തിച്ചേരാറുണ്ട്. എന്നിട്ട് നിരാശയും, ചിലപ്പോ ഈ അപകടത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇത്തരം പ്രയാസങ്ങളിൽ നിന്ന് താൻ കൂടെ അവസാനിപ്പിച്ചാൽ മതിയല്ലോ എന്ന് തീരുമാനിച്ച് രക്ഷപ്പെട്ടവർ പോലും ഒരു അപകടത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. സഹോദരങ്ങളെ,
ഇത്തരം ഘട്ടങ്ങളിലാണ് യഥാർത്ഥ മതവിശ്വാസത്തിന്റെ പ്രസക്തി നിലനിൽക്കുന്നത്. കാരണം എന്തൊരു അത്യാഹിതം സംഭവിച്ചാലും എന്ത് പറയണമെന്നും എന്താണ് ചിന്തിക്കേണ്ടത് എന്നും വിശ്വാസ സമൂഹത്തെ ഇസ്ലാം പ്രത്യേകമായി പഠിപ്പിച്ചിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യ ജീവിതത്തിൽ ഇത്തരം ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഉയരുന്ന ഒരു പ്രാർത്ഥനയായി ഒരു ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ ആയത്തിൽ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരവും നമുക്ക് കണ്ടെത്തുവാൻ പറ്റും. നോക്കൂ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ബഖറയിലെ 156, 57 വചനങ്ങൾ അതാണ് പഠിപ്പിക്കുന്നത്. അല്ലദീന ഇദാ അസ്വാബത്തുകും മുസീബ, അത്തരം ആളുകൾക്ക് ഒരു ആപത്ത് ബാധിച്ചാൽ, ഒരു മുസീബത്ത്, അവന് താങ്ങാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി അവന്റെ ജീവിതത്തിൽ ബാധിച്ചാൽ, യഥാർത്ഥ വിശ്വാസമുള്ള ആളുകൾ ഖാലു, അവർ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അല്ലാഹുവിന്റെ അധീനതയിലാണ് ഉള്ളത്, അവങ്കലേക്ക് തന്നെ മടങ്ങുന്നവരാണ് എന്ന് വിശ്വാസികളായ ആളുകൾ പറയും. നമ്മിൽ എത്ര പേർ ഇന്നലെ ആ ഒരു വാർത്ത കേട്ടപ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് നമ്മൾ എത്ര പേർ പ്രാർത്ഥിച്ചിട്ടുണ്ട്? നമ്മളൊക്കെ വിറങ്ങലിച്ച് എന്ന് പറഞ്ഞാൽ മാനസികമായി വല്ലാത്തൊരു അവസ്ഥയിലേക്ക് ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ഒരു 100-200 പരം കുടുംബങ്ങൾ ഒന്നിച്ച്, അല്ലെ, കുടുംബങ്ങളുടെ അത്താണികളായ വ്യക്തികൾ, ചിലതൊക്കെ കുടുംബങ്ങളായി തന്നെ ഈ ദുനിയാവിനോട് സെക്കൻഡ് കൊണ്ട് വേർപെട്ടു പോകുന്നത് കാണുകയാണ്. ഇവിടെ വിശ്വാസിക്ക് പറയുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ഒരു വാചകം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇത് പറയുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ചില ചിന്തകളുടെ അനന്തരഫലമായി കൊണ്ടാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുക. അങ്ങനെ ചിന്തിക്കുന്നവർക്കാണ് അങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിക്കുക. എന്താണ് ആ ചിന്ത? നമ്മുടെ തുടക്കവും നമ്മുടെ ഒടുക്കവും സംബന്ധിച്ചാണ് ആ ചിന്ത. നമ്മുടെ ഒടുക്കം എന്താണ്, നമ്മുടെ തുടക്കം എന്താണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു യാത്രക്കാരന്, സഹോദരങ്ങളെ, എപ്പോഴാണ് നിർഭയത്വം ഉണ്ടാവുക? ഒരു യാത്രക്കാരന് നിർഭയത്വം ഉണ്ടാവുക അവന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റും അവന്റെ എത്തുവാനുള്ള പോയിന്റും കൃത്യമായി അവന് മനസ്സിലാകുമ്പോഴാണ് അവന് നിർഭയത്വം ഉണ്ടാവുക. അല്ലെ, ഒരു മനുഷ്യൻ ജനിക്കുന്നു, ഒരു മനുഷ്യൻ മരിക്കുകയും ചെയ്യുന്നു. അവൻ എത്ര പുരോഗതി പ്രാപിച്ചാലും ഈ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗം അവന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അല്ലേ, ഞാൻ ജനിച്ചു എന്നതൊരു യാഥാർത്ഥ്യമാണ് എങ്കിൽ എന്റെ ഡെസ്റ്റിനേഷൻ എന്റെ മരണമാണ്. എനിക്ക് എത്തിച്ചേരാനുള്ളത് മരണത്തിലേക്കാണ്. അല്ലാഹു പറഞ്ഞു, ഐനമാ തകൂനൂ യുദ്രിക്കുമുൽ മൗത്ത്, നിങ്ങൾ മരണത്തെ കണ്ടെത്തുക തന്നെ ചെയ്യും എവിടെയായിരുന്നാലും. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, കെട്ടി ഉയർത്തപ്പെട്ട കോട്ടകൾക്കുള്ളിലാണ് നിങ്ങൾ, അത്ര സുരക്ഷിതമാണ്. എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് സൗകര്യങ്ങളുണ്ട്, ചികിത്സ ലഭിച്ചിട്ടുണ്ട്, ഞാൻ ആരോഗ്യവാനാണ്, പ്രായം കുറഞ്ഞ ഒക്കെ നിങ്ങൾ അതൊക്കെയാണല്ലോ നമ്മുടെ മനസ്സിൽ നമ്മുടെ ആയുസ്സിനെ കുറിച്ചുള്ള കോട്ടകൾ. ഞാൻ സുരക്ഷിതനാണെന്ന് ചിന്തിപ്പിക്കുന്ന ചിന്തകൾ, അല്ലേ? അല്ലാഹു പറയാം, അത് എത്ര വലിയ സുരക്ഷിതമായ സ്ഥലത്താണെങ്കിലും ഐനമാ തകൂനൂ യുദ്രിക്കുമുൽ മൗത്ത്, നിങ്ങളെ മരണം അത് പിടികൂടുക തന്നെ ചെയ്യും. യാത്ര, ജീവിതമാകുന്ന ഈ യാത്ര മരണത്തിലേക്കാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവർ അതിനെ കണ്ടുമുട്ടുമ്പോ അസ്വസ്ഥരാവുകയില്ല. ജീവിതത്തിൽ എനിക്ക് കണ്ടുമുട്ടുവാനുള്ളത് ഇനി മരണത്തെയാണ് എന്ന് ഉറപ്പുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഉറപ്പിനൊരു സംശയമില്ലല്ലോ. അവനെ സംബന്ധിച്ചിടത്തോളം മരണം എത്തുമ്പോൾ അവൻ അസ്വസ്ഥമാവുകയില്ല. വിശ്വാസിയെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. അപ്പോ നമ്മുടെയൊക്കെ മനസ്സിൽ ഉയരുന്ന ഒരു ചോദ്യം ഉണ്ട്. എന്താണ്? മരണത്തോടെ എല്ലാം തീരുകയാണെങ്കിൽ ജീവിതത്തിന് എന്ത് പ്രസക്തിയാണ് ഉള്ളത്? എന്തിനാണ് ഞാൻ ജനിച്ചത്? ഈ മരണം എന്ന ഒരു കവാടത്തെ കടന്നു പോകാനാണോ?
എങ്കിൽ എന്റെ ജീവിതത്തിന്റെ പ്രസക്തി എന്താണ് എന്ന് ഏതൊരു ബുദ്ധിയുള്ള മനുഷ്യനും ചിന്തിക്കും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഈ ദുനിയാവ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു പരീക്ഷയ്ക്കുള്ള കേന്ദ്രം മാത്രമാണ്. വിജയവും വിജയാഘോഷവും നിങ്ങൾക്കൊരു മറ്റൊരു ലോകത്താണ് റഹ്മാനായ റബ്ബ് ഒരുക്കി വെച്ചിട്ടുള്ളത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ. മനുഷ്യരെ, നിങ്ങൾക്ക് രണ്ടറ്റമായി ജീവനെയും മരണത്തെയും നാം സൃഷ്ടിച്ചു നൽകിയിട്ട്, അള്ളാഹ് അങ്ങനെ പറഞ്ഞത് സൃഷ്ടിച്ചത് എന്നാണ്. ഇത് നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളെ പരിശോധിക്കുവാൻ വേണ്ടി, പരീക്ഷിക്കുവാൻ വേണ്ടി. അയ്യുക്കും, നിങ്ങളിൽ ആരുണ്ട് അഹ്സനു അമല, അവന്റെ ജീവിതത്തിൽ ചെയ്യാൻ അള്ളാഹു അവസരം നൽകിയിട്ടുള്ള കർമ്മങ്ങളെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തി, കർമ്മങ്ങളെ ഏറ്റവും പരിപൂർണതയിൽ നന്മയോടുകൂടി അത് പ്രവർത്തിക്കാൻ കഴിവുള്ളവൻ ആരുണ്ടോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനാണ് നിങ്ങൾക്ക് ജീവിതവും മരണവും നൽകിയത്. വഹുവൽ അസീസുൽ ഗഫൂർ. റഹ്മാനായ റബ്ബ് അസീസാണ്, പ്രതാപശാലിയാണ്. ഗഫൂർ, എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാ. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകുറ്റങ്ങൾക്ക് മാപ്പ് നൽകാൻ കാത്തിരിക്കുന്നവനാ. അത് മനസ്സിന്റെ ഉള്ളിൽ പ്രതാപമുള്ളവനും ഇസ്സത്തുള്ളവനുമാണ്. ഒരാൾക്കൊരു വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയാ. അതാണ് അല്ലാഹു അൽ അസീസ്. റഹ്മാനായ റബ്ബ് അസീസാണ്. അവൻ വിട്ടുപുറത്ത് മാപ്പാക്കി തരും. എന്റെ അമലുകൾ അഹ്സനാകണം മരണത്തിന് മുൻപ് എന്ന് ചിന്തിക്കുന്നവർക്ക്. അവിടെയാണ് സഹോദരങ്ങളെ ദുരിതങ്ങളും ദുരന്തങ്ങളും നമ്മുടെ യഥാർത്ഥ ജീവിതം എന്താണ് എന്നും പഠിപ്പിക്കുന്നത്. ഇവിടെയാണ് യഥാർത്ഥ ജീവിതമെന്നും ഇവിടെയാണ് എല്ലാം ഉള്ളത് എന്നും വിചാരിക്കുന്നവർക്ക് ദുരന്ത സന്ദർഭങ്ങളിൽ ഉയർന്ന ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം തൃപ്തികരമായി പറയാൻ കഴിയില്ല. ഇവിടെ കഴിയേണ്ടതാണ് ഒക്കെ എന്ന് ചിന്തിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം എന്തു വന്നാലും കഷ്ടവും നഷ്ടവും നിരാശയും സങ്കടവും അങ്ങനെ തുടങ്ങിയ ഒരു തകർന്ന ജീവിതം മാത്രമായിരിക്കും. അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, മരണശേഷമാണ് യഥാർത്ഥ ജീവിതം എന്ന് വിശ്വസിക്കുന്നവന് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഉയരുന്ന ചോദ്യങ്ങൾ നിർഭയമായി നേരിടാൻ പറ്റും. നോക്കൂ നിങ്ങൾ, അവൻ ഒരിക്കലും നിസ്സഹായത പ്രകടിപ്പിക്കുകയില്ല. അവൻ ഒരിക്കലും സമചിത്തത കൈവിടുകയില്ല. രോഗം വന്നാലും കഷ്ടം വന്നാലും ജീവിതത്തിൽ മക്കൾ മരണപ്പെട്ടാലും ഭാര്യ മരിച്ചാലും ഭർത്താവ് മരിച്ചാലും ഇതൊക്കെയാണല്ലോ പ്രതിസന്ധി എന്ന് പറയുന്നത്, അല്ലെ? കച്ചവടം പൊളിഞ്ഞു പോകുക, മാരകമായ രോഗത്തിന് നമ്മൾ ഡയഗ്നോസ് ചെയ്യപ്പെടുക, ഇതൊക്കെയല്ലേ പ്രതിസന്ധി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വിശ്വാസി ഒരിക്കലും നിസ്സഹായത പ്രകടിപ്പിക്കൂല, ഒരിക്കലും അവന്റെ സമചിത്തത നഷ്ടപ്പെടുകയില്ല. അജബൻ, അത്ഭുതകരം തന്നെയാണ് ഒരു കാര്യം. എന്താണ്? അംറിൽ മുഅ്മിൻ, ഒരു സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതം തന്നെ. എന്നിട്ട് റസൂലുള്ളാഹി പറയാ, ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന മുഴുവൻ കാര്യവും അവന് ഖൈറാണ്, നന്മ മാത്രമാണ് ഉള്ളത്. വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, സത്യവിശ്വാസിക്കല്ലാതെ ഇങ്ങനെ ഒരു ഖൈർ ലഭിക്കുകയില്ല. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഇൻ അസ്വാബത്തുഹു സറ, അവന്റെ ജീവിതത്തിൽ ഒരു സന്തോഷമുണ്ടായി, വീടുണ്ടായി, ജോലിയുണ്ടായി, മക്കളുണ്ടായി, കച്ചവടമുണ്ടായി, എന്തൊക്കെ സന്തോഷങ്ങൾ അവന്റെ ജീവിതത്തിൽ കടന്നു പോയാലും ശക്ര, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്, നീ നൽകിയതാണ് റഹ്മാനെ, നിനക്ക് സർവസ്തുതിയും എന്നവൻ ശുക്ർ പ്രകടിപ്പിക്കും. ഒരിക്കലും അഹങ്കരിക്കുകയില്ല, എന്റേതെന്ന് അവകാശപ്പെടുകയില്ല, ഞാനെന്ന ചിന്തയുണ്ടാവുകയില്ല. വിനയത്തോടു കൂടി സുജൂദിലായിരിക്കും അവൻ ഉണ്ടാവുക. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വകാന ഖൈറൻ ലഹു, അതാണ് അവന് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. വഇൻ അസ്വാബത്തുഹു ലറ, ഇനി അവനൊന്ന് പിടിച്ചു കുലുക്കി റഹ്മാനായ റബ്ബ്, ഒന്ന് പ്രയാസപ്പെടുത്തി, അവനൊന്ന് പരീക്ഷിച്ചു, വല്ലാത്ത മാനസിക പ്രയാസമുണ്ടാകുന്ന പരീക്ഷണങ്ങളിലൂടെ അവൻ കടന്നുപോയി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വബറ സ്വബറ, അവൻ ക്ഷമിക്കും. അവൻ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ റഹ്മാനായ റബ്ബ് നൽകിയ ഈ കാര്യത്തിൽ അവൻ ആകുലപ്പെടുകയില്ല. കാരണം അവന്റെ പ്രതീക്ഷ റഹ്മാനായ റബ്ബാണ്. ഫക്കാന ഖൈറൻ ലഹു, അതാണ് അവന് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് വിശ്വാസം കൊണ്ട് എത്തിപ്പെടാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? അല്ലെ? ഒരു ദുരന്തം കേട്ടതിന്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കാനാണ് ഞാൻ പറയുന്നത്.
നമുക്ക് പറ്റിയിട്ടുണ്ടോ? തന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് സന്തോഷത്തിലും സന്താപത്തിലും അതിരുവിട്ട നിലപാട് വിശ്വാസികൾക്ക് ഉണ്ടാവാതിരിക്കുന്നതിന്റെ പിന്നിലുള്ള വിശ്വാസവും ഇതാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ എണ്ണി എണ്ണി പഠിപ്പിച്ചില്ലേ, മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും. വിശ്വാസികളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഭൂമിയിലാവട്ടെ നിങ്ങളുടെ ദേഹങ്ങളിലാവട്ടെ യാതൊരു ആപത്തും ബാധിക്കുക ഉണ്ടായിട്ടില്ല. അല്ലാഹു പറയാ, ഒന്നും സംഭവിക്കുകയില്ല. എങ്ങനെയല്ലാതെ ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ൽ അൻ നബ്റഅഹാ. ആ സംഭവം നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് മുൻപ് ഒരു രേഖയിൽ റഹ്മാനായ റബ്ബ് അത് ഉൾപ്പെടുത്തിയിട്ടല്ലാതെ അവിചാരിതമായി ഒന്നും സംഭവിക്കില്ല. ഒക്കെ അള്ളാഹുവിന്റെ കണക്ക് പുസ്തകത്തിൽ ഉണ്ട്. എനിക്ക് പനി പിടിക്കാൻ അള്ളാഹ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് രേഖയിൽ ഉണ്ട്. ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് ആകണമെന്നാണ് വിധിയെങ്കിൽ അള്ളാന്റെ രേഖയിൽ ഉണ്ട്. അള്ളാഹ് അറിയുന്നവനാണ്. റഹ്മാനായ റബ്ബ് നോക്കിയിരിക്കുകയാണ് എനിക്കത് വന്നത്. റഹ്മാനായ റബ്ബ് എന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കാനാണ് ഈ പ്രതിസന്ധി തന്നത്. അവനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ഒരിക്കലും അവന്റെ മനസ്സിന്റെ സ്വസ്ഥതയല്ല നഷ്ടപ്പെടുക, അവൻ സ്വസ്ഥതയിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്യുക. കാരണം ഇതുമൂലം എന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും. ഇതുമൂലം മരണമെന്ന കവാടം കടന്നാൽ എനിക്ക് ജന്നാത്തുൽ ഫിർദൗസ് ലഭിക്കാൻ ഇതൊരു കാരണമാകും. റഹ്മാനായ റബ്ബ് എന്നെ പരിഗണിച്ചിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും സ്വപ്നം കാണാൻ പോലും കഴിയാത്ത അത്യുന്നതമായ സ്വർഗത്തിലേക്ക് ഒരു വഴി തുറക്കാൻ റഹ്മാനായ റബ്ബ് ഇതാ പരീക്ഷിച്ചിരിക്കുന്നു. മക്കളെ കൊണ്ട്, മാതാപിതാക്കളെ കൊണ്ട്, ശരീരം കൊണ്ട്, ധനം കൊണ്ട്, കച്ചവടം കൊണ്ട് ഞാൻ സത്യസന്ധനായി ജീവിക്കാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അഹങ്കാരമില്ലാത്തൊരു മനുഷ്യനായി മാറാൻ, വിനയമുള്ളവനായി തീരാൻ, ശുക്ർ കാണിക്കുന്നവനാകാൻ, ക്ഷമയുള്ളവനാകാൻ അല്ലാഹു ഇതാ എനിക്ക് ഒരു പരീക്ഷണം നൽകിയിരിക്കുന്നു. അവൻ ക്ഷമയോടുകൂടി ജീവിക്കും. എന്നിട്ട് റഹ്മാനായ റബ്ബ് പറഞ്ഞു, ഇന്ന ദാലിക അലല്ലാഹി യസീർ. നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല എല്ലാ കാര്യവും റഹ്മാനായ റബ്ബിന് വളരെ ലളിതമാണ്, എളുപ്പമാണ്. എന്തിനാ ഇങ്ങനെ നിങ്ങൾക്ക് ഈ വിവരം പറഞ്ഞു തന്നത്? ലികൈലാ തഅസൗ അലാ മാ ഫാതകും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൽ നിങ്ങൾ അമിതമായി ദുഃഖിക്കാതിരിക്കാൻ. അല്ലാഹ് അറിഞ്ഞു തന്നതാ. അതോടുകൂടി ഇത് അള്ളാന്റെ ഗ്രന്ഥത്തിലുള്ള ഒരു സംഭവം സംഭവിച്ചു, അത്രേ ഉള്ളൂ എന്ന് പറയുമ്പോ അള്ളാഹ് സൃഷ്ടിച്ച എന്റെ നാഥന് എന്നെ എങ്ങനെയാണ് തിരിച്ചു കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്ന് കണക്കിലുണ്ടെന്ന് ബോധ്യം അവന് നിരാശയിൽ നിന്ന് രക്ഷപ്പെടുത്തും. വലാ തഫ്റഹൂ ബിമാ ആതാക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സൗഭാഗ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്റെ അധ്വാനം എന്ന് പറയുന്നതിന് മുമ്പ് ഇത് എനിക്ക് ലഭിക്കാൻ റഹ്മാനായ റബ്ബ് എന്നെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ അവന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചതാണ്. അതിപ്പോ എനിക്ക് കിട്ടി, അള്ളാഹ് തന്നൊരു സമ്മാനം, റഹ്മാനായ റബ്ബിന്റെ ഒരു സൗഭാഗ്യം. അത്ര തന്നെ. ഈ ഒരു നല്ല മനസ്സിലേക്ക് അവൻ വരും. എന്നിട്ട് അള്ളാഹ് പറയട്ടോ, വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. തീർച്ചയായും അള്ളാഹു ഒരാളെയും ഇഷ്ടപ്പെടുന്നില്ല. എങ്ങനെയുള്ളവനെ? കുല്ല മുഖ്താലിൻ, ദുരഭിമാനികളായ ഞാൻ എന്ന ഭാവമുള്ളവനെ, ഫഖൂർ, അഹങ്കാരി, അഹങ്കാരമുള്ളവനെയും ദുരഭിമാനിയെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് റഹ്മാനായ റബ്ബ് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് വിശ്വാസികളെ, ഈ ഒരു മാനസിക നിലവാരത്തിലേക്കാണ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമ ചൊല്ലുന്നവന്റെ വിശ്വാസ ജീവിതം ഉണ്ടാവേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സദാസമയവും മരണ ചിന്തയാണ് ഒരു വിശ്വാസിക്ക് ഉണ്ടാവുക. കാരണം എന്താ അറിയോ? ഒന്നും അപ്രതീക്ഷിതമല്ല, ഒന്നും അപ്രതീക്ഷിതമല്ല. നോക്കൂ, നിങ്ങൾ യാത്രയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രാർത്ഥന നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടോ? അതിനർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ടോ? ഒന്നും അപ്രതീക്ഷിതമായി സംഭവിക്കുകയില്ല. പ്രത്യേകിച്ച് യാത്രാവേളയിൽ ഇക്കാര്യങ്ങൾ അവൻ ഓർത്തുകൊണ്ടാണ് യാത്ര തുടരുക. ഒരു വിശ്വാസി അങ്ങനെ. നോക്കൂ നിങ്ങൾ, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അല്ലേ? അല്ലാഹുവേ, നീയാണ് ഒരുക്കി നിന്നിലേക്ക് തന്നെയാണ് മടക്കം.
ആ പ്രാർത്ഥന ചൊല്ലി അവൻ ഓരോന്ന് ചോദിക്കുക. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദൽ ബിർറ വത്തഖ്വ. അല്ലാഹുവേ, ഈ യാത്രയിൽ ഞങ്ങൾക്ക് പുണ്യവും തഖ്വയും നൽകണമേ. വമിനൽ അമലി മാ തർദാ. നാദാ, ഞാൻ ഈ നാട് വിട്ടു പോകാൻ നീ തൃപ്തിപ്പെടാത്ത ഒന്നും ഒരു കർമ്മവും എന്നിൽ നിന്ന് ഉണ്ടാവല്ലേ തമ്പുരാനെ. അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സഫറനാ ഹാദാ. പടച്ചോനെ, ഈ യാത്ര നീ എളുപ്പമാക്കി തരണേ. വത്വി അന്നാ ബുഅദഹു. നാദാ, ഇതിന്റെ ദൂരത്തെ നീ എളുപ്പമാക്കി നൽകണമേ. അല്ലാഹുമ്മ അൻത സാഹിബു ഫിസ് സഫർ. റബ്ബേ, നീയാണ് ഈ യാത്രയിലെ എന്റെ കൂട്ടുകാരൻ, നീയാണ് എന്റെ കൂട്ടുകാരൻ, നീയാണ് എന്നെ രക്ഷപ്പെടുത്തുന്നവൻ, നീയാണ് എന്നെ യാത്രയിൽ സഹായിക്കുന്നവൻ. വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ. എന്റെ കുടുംബത്തിലേക്ക് തിരിച്ചു വരുമ്പോ എന്റെ കുടുംബം അതേ സുരക്ഷിതത്വത്തിൽ നിൽക്കാൻ എന്റെ പകരക്കാരനായി നീയാണ് റഹ്മാനെ ഉള്ളത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഅതാഇസ് സഫർ. ഈ യാത്രയിലെ ക്ലേശങ്ങളിൽ നിന്ന് നാദാ നീ എന്നെ രക്ഷപ്പെടുത്തണമേ. വഖാബത്തുൽ മൻദർ. ഏറ്റവും ദുഃഖകരമായ കാഴ്ചകളിൽ നിന്ന് നീ എന്നെ സംരക്ഷിക്കണമേ. വസൂഇൽ മുൻഖലബ്. അല്ലാഹുവേ, വിഷമകരമായ പരിണിതിയിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ. ഫിൽ മാലി വൽ അഹ്ൽ. എന്റെ കുടുംബവും എന്റെ നാടും എന്റെ ധനവും എല്ലാവിധ ക്ലേശങ്ങളിലും വിഷമകരമായ അവസ്ഥയിൽ നിന്ന് സംരക്ഷിക്കണമേ എന്ന് ഒരു വിശ്വാസി പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങുക. ഇന്ന് പ്രാർത്ഥിച്ചോ? ഇന്ന് കാർ കയറിയില്ലേ, ബസ് കയറിയില്ലേ, മോട്ടോർ സൈക്കിളിൽ കയറിയില്ലേ സഹോദരങ്ങളെ? ഒരു മിനിറ്റ് എടുത്ത് അല്ലാഹുവിൽ തവക്കുൽ വെച്ചുകൊണ്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ കഴിയാത്ത നമുക്ക് പിന്നെ നമ്മുടെ വീട്ടിലും നാട്ടിലും വരുന്ന ദുരന്തത്തിൽ സങ്കടവും ദുരിതവും സങ്കടവും അല്ല ഒന്നുമല്ല, വേറൊന്നും ഉണ്ടാവില്ല. അത് മാത്രം ഉണ്ടാവില്ല. മറിച്ച് എന്ത് കേൾക്കുമ്പോഴും ഇതൊക്കെ റഹ്മാനായ റബ്ബ് എനിക്ക് നൽകുന്ന കാര്യമാണ് എന്നും എന്റെ ജീവിതത്തിൽ അല്ലാഹു നൽകിയ പരീക്ഷണമാണെന്ന് തിരിച്ചറിവ് ഉണ്ടാകും. വിശ്വാസികളെ, മുസീബത്തുകൾ സ്വീകരിച്ച ഈ നിലപാട് ഉണ്ടെങ്കിൽ, ഈ പറഞ്ഞ നിലപാടുകളൊക്കെ നമുക്കുണ്ടെങ്കിൽ ഒരു കാര്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഞാൻ ഹിദായത്തിലാണ്, ഞാൻ സ്വർഗവഴിയിലാണ്, ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിലാണ്, ഞാൻ എന്റെ പ്രവാചകന്റെ വീതിയിലാണ് എന്ന് പറയാൻ പറ്റും. നമുക്ക് പറ്റുന്നുണ്ട്, അത് പറ്റണം. നോക്കൂ നിങ്ങൾ, അല്ലാഹ് പറയാ ഉലൈക അലൈഹിം സ്വലവാത്തും മിൻ റബ്ബിഹിം വറഹ്മ. ഇങ്ങനെ ചിന്തിക്കുകയും ഇങ്ങനെ തീരുമാനിക്കുകയും ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വിശ്വാസികൾ, ഉലൈക അലൈഹിം, അവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുക സ്വലവാത്തും മിൻ റബ്ബിഹിം, തന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള കാരുണ്യവും വറഹ്മ, അവന്റെ അനുഗ്രഹവും അവർക്കാണ് ലഭിക്കുക. എന്നിട്ട് അല്ലാഹ് ആ ആയത്ത് എങ്ങനെ അവസാനിപ്പിക്കുന്നവരോ, വ ഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് നേർമാർഗ്ഗം പ്രാപിച്ചവർ. നേർമാർഗം പ്രാപിച്ചവനാണ് സ്വർഗത്തിന്റെ അവകാശി. വിശ്വാസികളെ, ജീവിതത്തിൽ പലതും നമ്മൾ കേൾക്കും അല്ലെ? ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ, ഗസയിലും ഫലസ്തീനിലൊക്കെ എന്തെല്ലാം നമ്മൾ കേൾക്കുന്നു. നമ്മുടെ നെഞ്ചിടിപ്പ് കൂടാൻ അല്ലേ? നമുക്കൊരു സമാധാനത്തിന് വാക്ക് കിട്ടണോ? അല്ലാഹ് പറയാ, ഇതൊക്കെ അവസാനിപ്പിച്ചു പോണൊരു സ്ഥലമുണ്ട്. അവിടെ നിങ്ങൾ എത്തുമ്പോ ഈ ജീവിതം കൊണ്ട് നന്മ വിതച്ചിട്ടുണ്ടെങ്കിൽ നന്മ കൊയ്തവരായി നിങ്ങൾ ഉണ്ടാകും. നിങ്ങൾ ചെയ്ത നന്മക്ക് പകരമല്ല സ്വർഗം, അതിനേക്കാൾ ഉത്തമമായ ജന്നാത്തുൽ ഫിർദൗസ് മരണമെന്ന കവാടത്തോടു കൂടി നിങ്ങൾക്ക് ലഭിക്കുമെന്നറിയുമ്പോൾ ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളെക്കുറിച്ച് ഒരിക്കലും ആകുലപ്പെടുകയില്ല. അതിനുശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുകയും അധ്വാനിക്കുകയും നിർമ്മലമായൊരു മനസ്സോടുകൂടി പ്രാർത്ഥന നിർഭരമായി ജീവിക്കുകയും ചെയ്യും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഇത്തരം ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്ന സോഷ്യൽ മീഡിയകളിലും അതുപോലെ മറ്റുള്ള മേഖലകളിലുമൊക്കെ ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഈ സമയത്താണോ മതത്തെക്കുറിച്ച് പറയുക? മതം പറയേണ്ട സമയമാണോ ഇപ്പോ എന്ന് ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരം ഘട്ടത്തിൽ യഥാർത്ഥ വിശ്വാസത്തിന് മാത്രമേ ഉത്തരം നൽകാൻ കഴിയൂ എന്നവർക്കറിയാം. ഇത് അള്ളാഹുവിനെ നിഷേധിക്കുന്ന, സ്രഷ്ടാവിനെ നിഷേധിക്കുന്ന ആളുകൾ ഒരു മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ടുള്ള ഒരു ചോദ്യം മാത്രമാണ്. കാരണം ഈ സമയത്ത് മതവിശ്വാസികൾക്കല്ലാതെ ആശ്വാസത്തിന്റെ വാക്കുകൾ ഉരിയാടാൻ ഒരിക്കലും സാധിക്കുകയില്ല.
നമുക്ക് അവൻ നന്മയിലാണെങ്കിൽ നാളെ പരലോകത്ത് വെച്ച് കാണാമെന്ന് ഒരു ഭാര്യയെക്കുറിച്ച്, ഒരു ഭർത്താവിനെ കുറിച്ച് ആശ്വസിപ്പിക്കാൻ നമുക്ക് വാക്കുകൾ ഉണ്ടാവും. മകൻ നഷ്ടപ്പെട്ട, മകൾ നഷ്ടപ്പെട്ട, അല്ലേ, നമുക്ക് പറയാൻ പറ്റും നാളെ പരലോകത്ത് നന്മയുടെ സ്വർഗത്തിൽ നമുക്ക് അവരെ കണ്ടുമുട്ടാം. അങ്ങനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഇത് ജീവിതത്തിന്റെ ഒരു വെളിച്ചമാണ്. നോക്കൂ നിങ്ങൾ, അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? കുറെ ഫീച്ചറുകൾ വരും, കരയുന്ന കുറെ കുടുംബങ്ങളുടെ ചിത്രങ്ങൾ വരും, അന്വേഷണ റിപ്പോർട്ടുകൾ വരും. ഇതെന്തെങ്കിലും സമാധാനം ഒരു മനുഷ്യന് നൽകുമോ? ഇല്ല. അതുകൊണ്ട് ദുരന്തങ്ങളിൽ മരണപ്പെടുന്നവർക്ക് അവർ ചെയ്ത നന്മക്ക് നന്മയും തിന്മക്ക് തിന്മയും പ്രതിഫലം ലഭിക്കും എന്നൊരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യരും മരിക്കുമെന്നാണ് അള്ളാഹു ഈ ആയത്തിലൂടെ പറയുന്നത്. വ ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, നിങ്ങളുടെ കർമ്മഫലങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ഫലം നിങ്ങൾക്ക് മരണാനന്തരമാണ് ലഭിക്കുക. ആ പ്രതിഫലത്തിന്റെ ഏറ്റവും അത്യുന്നതി ഒറ്റ വാക്കിൽ അള്ളാഹു പറഞ്ഞു, ഫമൻ സുഹ്സിഹ അനിന്നാർ, ആരെങ്കിലും ഒരാൾ നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയാണ് എങ്കിൽ വഉദ്ഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്താൽ ഫഖദ് ഫാസ്, അവൻ വിജയിച്ചു. നോക്കൂ നിങ്ങൾ, ഈ ദുനിയാവിലെ പരീക്ഷയുടെ വിജയം അറിയുന്ന ദിനമാണ് മരണം എന്നറിയുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് ഉണ്ടാകുന്നത്. എന്നിട്ട് റഹ്മാനായ റബ്ബ് പറഞ്ഞു, വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ, നിങ്ങൾ ഈ കിടന്ന് അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദുനിയാവുണ്ടല്ലോ, അത് നിങ്ങളെ വഞ്ചിക്കുന്ന ഒരു വിഭവം മാത്രമാണ്. അല്ലെ, 50-55 കൊല്ലൊക്കെ ഗൾഫിൽ പ്രവാസിയായി ജീവിച്ച് നാട്ടിലേക്ക് വന്ന് 1001 രോഗവുമായി വന്ന് ഈ പണമോ ഈ സൗകര്യമോ ഉപയോഗപ്പെടുത്താൻ കഴിയാതെ പോയ തന്റെ യൗവനത്തെക്കുറിച്ചും യുവത്വത്തെക്കുറിച്ചും നിരാശയോട് കൂടി അല്ലാതെ ഒരു പ്രവാസിക്ക് ഓർക്കാൻ കഴിയും സഹോദരൻ? അല്ലെ, 10-40 കൊല്ലൊക്കെ സർവീസിൽ പല നിലക്കുള്ള അരുതായ്മകളും ചെയ്തിട്ട് പിന്നെ എല്ലാവിധ പ്രതിസന്ധികളും കടന്നു പോകുമ്പോ എന്ത് നേടിയത്? മറിച്ചോ ജീവിതത്തിൽ ഓർമ്മ വെച്ച നാള് മുതൽ റഹ്മാനായ റബ്ബിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് തഖ്വയോട് കൂടി ജീവിച്ചാൽ ഈ ദുനിയാവിൽ വല്ലാത്തൊരു സ്വസ്ഥതയും മനസമാധാനം അള്ളാഹു തരും. മരണാനന്തരം മരണം തന്നെ ഒരു സന്തോഷമായി നമുക്ക് അനുഭവപ്പെടും. ഈ ഒരു തിരിച്ചറിവ് എന്തേ മനുഷ്യർക്ക് നഷ്ടപ്പെട്ടത്? ഈ ഒരു ലക്ഷ്യബോധം ഓരോന്ന് കാണുമ്പോഴും കേൾക്കുമ്പോഴും എന്തേ ബോധ്യപ്പെടാതെ പോയത്? റഹ്മാനായ റബ്ബ് ഒന്നുകൂടി പറഞ്ഞു കേട്ടോ, നാഥനിലേക്കൊന്നും മടങ്ങാൻ, വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ, മനുഷ്യർക്ക് ഏറ്റവും വലിയ ശിക്ഷ കൂടാതെ ഈ ദുനിയാവിൽ ഐഹികമായ ചെറിയ ചെറിയ ശിക്ഷകളും നാം അവരെ ആസ്വദിപ്പിക്കുന്ന അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. ദുനിയാവിലെ നമുക്ക് താങ്ങാൻ പറ്റാത്ത കള്ളത്തരും എന്തിന്? ലഅല്ലഹും യർജിഊൻ, അവരൊന്ന് തെറ്റുതിരുത്തി ഖേദിച്ച് മടങ്ങാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ ഒരു തിരിച്ചുപോക്കിനുള്ള ഓർമ്മപ്പെടുത്തലാണ്. അല്ലെങ്കിൽ നമ്മൾ അഹങ്കാരികളായി പോകും സഹോദരങ്ങളെ. വൈകുന്നേരം ആകുമ്പോഴത്തേന് ലക്ഷങ്ങൾ കയ്യിൽ വരിക, ആരോഗ്യത്തിനൊരു പ്രയാസമല്ല, കുടുംബത്തിനൊരു ബുദ്ധിമുട്ടില്ല, നാട്ടില് ഭയങ്കര സ്ഥാനമാനം, ഭയങ്കര സുഖാണെങ്കിൽ ഞാനും നിങ്ങളൊക്കെ പിടുത്തം വിടും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബത്തെ കൊണ്ട്, മക്കളെ കൊണ്ട്, അതുപോലെ സമ്പത്ത് കൊണ്ട്, ജോലി കൊണ്ട്, ആരോഗ്യം കൊണ്ട് ഇങ്ങനെയൊക്കെ പരീക്ഷിക്കും. ആ പരീക്ഷണത്തിൽ നിരാശപ്പെടാതെ തഖ്വയോടുകൂടി ഊർജത്തോടുകൂടി എഴുന്നേറ്റ് നിൽക്കാൻ ആർക്കാണോ കഴിയുക എന്നുള്ള ചോദിക്കുമ്പോഴാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന പ്രാർത്ഥന മനമുരുകി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കുക. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സൗഭാഗ്യം വന്ന പടച്ചോനെ എനിക്ക് കുറച്ച് പൈസ ലാഭം കിട്ടിയാലോ, അവൻ പള്ളി തെരഞ്ഞു പോകും. എന്തിനറിയോ? 2 റക്അത്ത് നിസ്കരിച്ച് ആ ശുക്ർ ഒന്ന് പറയാൻ. തനിക്കൊരു മകൻ ഉണ്ടായാൽ, മകൾ ഉണ്ടായാൽ പടക്കം പൊട്ടിക്കാനല്ല നിൽക്കുക, അല്ല, അവൻ നേരെ ഒതുവെടുത്ത് 2 റക്അത്ത് നിസ്കരിച്ചു, റഹ്മാനെ എനിക്ക് നീ തന്നല്ലോ എന്നാണ് പറയുന്നത്. മക്കളെ വിവാഹം നടക്കുമ്പോ അവർക്ക് ആ കർമ്മം നടക്കുമ്പോ പടച്ചോനെ നിന്റെ ഖൈറും ബർക്കത്തും ഉണ്ടാകുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു ഇബാദത്ത് എങ്ങനെയാണോ നിസ്കരിച്ചത് അതുപോലെ മക്കളെ വിവാഹം നടത്തുക. ഇതൊക്കെ എപ്പോഴാരും നഷ്ടപ്പെടുക? ഇതൊക്കെ ദുനിയാവ് മാത്രമുള്ളൂ, ഇതാണ് വലിയ സംഭവം എന്ന് വിചാരിക്കണോനെ തലങ്ങും വിലങ്ങും കിട്ടുമ്പോഴൊന്നും മനസ്സിലാവില്ല. നിരാശയും സങ്കടവും അവസാന ആത്മഹത്യയിലേക്കും എത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാവും സഹോദരങ്ങളെ.
നല്ല ഉയരമുള്ള കിടക്കി കിടക്കുമ്പോഴും നെടുനിശ്വാസത്തോടു കൂടി കിടക്കേണ്ടി വരും. AC എത്ര തണുപ്പിച്ചാലും തന്റെ കക്ഷം വിയർത്ത് കുളിച്ച് കിടക്കേണ്ടി വരും. എന്താ? സ്വസ്ഥതല്ല, സമാധാനമല്ല. അതുകൊണ്ട് ജീവിതത്തെക്കുറിച്ച് ഏതൊരു പ്രതിസന്ധി കടന്നു വരുമ്പോഴും നമ്മൾ പഠിക്കണം. കർത്താവേ, എന്റെ റൂട്ട്, എന്റെ പോക്ക് ഞാൻ മരണത്തിന് ശേഷമുള്ള ഒരു യഥാർത്ഥ ജീവിതത്തിലേക്കാണല്ലോ, അവിടെ എനിക്ക് വിജയിക്കണമെന്ന് ചിന്തിക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ മുമ്പിൽ ഉരുകിയില്ലാതാവുകയും എല്ലാ നന്മകളും ചെയ്യാൻ വല്ലാത്തൊരു മാനസിക ഉല്ലാസം നമുക്ക് ലഭിക്കുകയും ചെയ്യും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ എല്ലാവരുടെയും ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന എല്ലാ സഹോദരങ്ങളെയും അള്ളാഹു അവന്റെ നിഅമത്ത് കൊണ്ടും ബർക്കത്ത് കൊണ്ടും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.